ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പരിക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഉണങ്ങാനിട്ടിൻ്റെ തുണികളൊക്കെ എടുത്ത് കൊടുന്നു. ഇനിയിപ്പോൾ മടക്കി വെക്കണം. അതിന് മുമ്പ് പരിക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേഗം നിസ്കരിക്കാൻ വിചാരിച്ചു. അപ്പോൾ വേറെ പണിക്കൊക്കെ നിൽക്കുന്നതിന് മുമ്പ് ആദ്യം നിസ്കാരം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിസ്കരിക്കാൻ നിൽക്കണം. അതിനുശേഷം മടക്കിയുള്ള തുണികളൊക്കെ മടക്കി വെച്ചു. ഇഷാക്ക് ബാങ്ക് കൊടുത്തിട്ടില്ല. അതിന് മുമ്പ് അതാണ് നിസ്കാരക്കുപ്പായി ഉരക്കാത്തത്. അപ്പോൾ റിന്നുവിനെയാണ് മടക്കി വെക്കല്. അപ്പോൾ നിസ്കരിച്ച് ഓതാണെന്നാണ് തോന്നുന്നത്. അപ്പുറത്താണ് അവൾ. അപ്പോൾ ഞാൻ എൻ്റെയൊക്കെ മടക്കി വെച്ച് പകുതി ആയപ്പോഴത്തേനോട് വന്നു. അപ്പോൾ ഓളത് മടക്കി വെച്ചു. അത് ഓളത് നൈനുവിൻ്റെ ഓൾ മടക്കി വെച്ച് കൊണ്ടുപോയി. എൻ്റെത് ഞാനും മടക്കി വെച്ചു. പിന്നെ സ്കൂളിൽ നിന്ന് കൊടുന്ന പാത്രം ഇതൊക്കെ മോറുണ്ടായിരുന്നു. പിന്നെ പരീക്ഷ ആയതുകൊണ്ട് കുറച്ച് നേരം രണ്ടാളുടെ തിരിക്കാൻ വിചാരിച്ച് അങ്ങനെ റിന്നുവിൻ്റെ ഒപ്പം നല്ല സീഡി മീന് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി പൊരിക്കണം. മുളക് പൊടി തീർന്നു. കൈസ് പാണക്കാട് നല്ല മുട്ടയായിട്ടുണ്ട്. ഞങ്ങൾ നേരെ പോയാലോ? മുളക് പൊടി പിന്നെ ഞങ്ങള് പരിപാടി കഴിഞ്ഞ് കണ്ടുകാണ്ട് വരുമ്പോ മുളക് പൊടി വാങ്ങിയിട്ട് വരാം. എങ്ങനെയുണ്ടേ? പോട്ടെ എന്നാ പറയുന്നത്? നമുക്ക് ഷാളെടുത്ത് വാ. തുണികളൊക്കെ എടുത്ത് വെച്ചേക്കന്നെ. പിന്നെ ഇഷാക്ക് ബാങ്ക് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞേക്കിന് പിന്നെ കുക്കിങ്ങിലോട്ട് തിരിയാന്ന് വിചാരിച്ചു. അങ്ങനെ മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പൊരിക്കാൻ കഴിയുമ്പോൾ മുളക് പൊടി കഴിഞ്ഞു. അപ്പുറത്ത് തൊട്ട് താഴെ തന്നെയാണ്. പിന്നെ അവിടെ പോയിട്ട് മുളക് പൊടി വാങ്ങാൻ വെച്ച് ഞാനും റിന്നും കൂടി പോയി. അവിടെ പാണക്കാട് മറ്റേ ഇലക്ഷൻ ജയിച്ച ആഹ്ലാദ പ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര സൗണ്ട് ഉണ്ടായിരുന്നു. നമുക്ക് പോകാൻ പറ്റിയില്ല, കാണാൻ പറ്റിയില്ല. കുറച്ച് അപ്പുറത്താണ്. അപ്പോൾ പിന്നെ അതിൻ്റെ സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. നല്ല ഒച്ചയൊക്കെ അയ്യേടി കേറ. അങ്ങനെ മുളകും പൊടിയൊക്കെ വാങ്ങി വന്നതിന് ശേഷം മീൻ കേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കായം പറ്റിച്ചു. ഇന്ന് രാത്രി കഴിക്കാനുള്ളതും പിന്നെ നാളെ രാവിലേക്കുള്ളതും അങ്ങനെ മസാലയൊക്കെ വെറ്റി വെച്ചു. പിന്നെ കുറച്ച് ഫ്രീസർക്കും വെച്ചു. അത് കറി വെക്കാൻ വിചാരിച്ചു. പക്ഷേ ഈ മീൻ കറി വെച്ചാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് മീൻ പൊരിക്കാം. കുറച്ചിപ്പോൾ പൊരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കാം. മീൻ കറിയുമുണ്ട്. പൊരിക്കാം. മീനോടെ ഗ്യാസ്മ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ നൈനോൻ്റെ അടുത്ത് പോയി കുറച്ച് നേരം ഇരുന്ന് പഠിപ്പിക്കാൻ വിചാരിച്ചു. പരീക്ഷ അല്ലാത്ത സമയത്ത് ഞാൻ കുറേ നേരം ഇരുന്നൊന്നും പഠിപ്പിക്കില്ല. കാരണം നോക്കത് ഇഷ്ടമല്ല. തന്നെ കുറേ നേരം പഠിപ്പിക്കുകയാണെങ്കിൽ പിന്നെ കരച്ചിലായി ബഹളമായി. അപ്പോൾ പിന്നെ അങ്ങനെ എത്തി പഠിപ്പിക്കില്ല.
അത്യാവശ്യം കുറച്ചൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ നേരമില്ലല്ലോ, ഇതെല്ലാം അവസ്ഥ. പക്ഷെ പരീക്ഷ ആയതുകൊണ്ട് കുറച്ച് നേരം ഇരുന്ന് പഠിപ്പിച്ചു കൊടുക്കാമെന്നല്ല, ഒന്ന് റിവേഴ്സ് ചെയ്ത് കൊടുക്കല്ലേ. അപ്പോൾ പിന്നെ രണ്ടാളും ഒപ്പിരുത്തി കണ്ട് കുറച്ച് നേരം ഇരിക്കും. ഒരു ചിത്രം തരൂ. ഇതില് എന്താ വായിക്കുക? ഇതോ അക്ഷരം നോക്കി വായിക്കുക. ജലവും വളവും സൂര്യപ്രകാശത്തിൽ നിന്നുള്ള എന്താണ് അന്തരീക്ഷത്തിൽ നിന്നുള്ള പകർച്ചവ്യാധി എന്തായാലും അറിയില്ലേ? അതെന്താ അതന്നെയാണ് പറയാൻ. രോഗങ്ങൾ പകരുന്നത് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് പകരുന്നതാണ് പകർച്ചവ്യാധി. എന്താണ് പകർച്ചവ്യാധികൾ? മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ മഹാമാരിയും നിരവധി ആളുകളെ ബാധിക്കുകയും നമ്മൾ അതിജീവിച്ച ചില മഹാമാരികളാണ് വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19. ചിത്രം തന്നിട്ട് എന്ത് ചെയ്യണം? വായിക്കണം. എന്താ കുറച്ച് നേരം ഓരോരുത്തിരുന്നപ്പോഴത്തേനും ഇവിടെ മീൻ ഒരു ഭാഗം വന്നിട്ടുണ്ട്. അത് മറിച്ചിട്ട് കൊടുക്കാം. മീൻ പെട്ടെന്നായിട്ട് വേണം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ. എന്താ വെച്ചാൽ നെയ്നും ഇപ്പം തന്നെ തലവേദന എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഉറങ്ങിയാൽ പിന്നെ ഫുഡ് കഴിക്കലുണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് നോക്കണം. മീൻ എന്തിനു ശേഷം പിന്നെ പഠിത്തമൊക്കെ നിർത്തി പെട്ടെന്ന് ഭക്ഷണം കൊടുത്തു. പഠിത്തം നിർത്തിയേക്ക് പിന്നെ ഒക്കെ തലവേദനയും മാറി, ഉറക്കും മാറി. അങ്ങനെ പരിപാടിയില്ല. എനിക്ക് പാണ്ടങ്ങാട്ട് പോവാ. പച്ചനോട് വെച്ചിട്ട് ഞാൻ പാണ്ടങ്ങാട്ട് പോട്ടെ. കുട്ടികൾ നോക്കണൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളെ രാത്രി വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ.